എന്നെ കൊല്ലണമെങ്കിൽ അതൊരു സിൽവർ ബുള്ളറ്റ് കൊണ്ട് മാത്രമേ പറ്റൂ. അതാണ് ബ്രൂട്ടസ് ജോൺസ് പറഞ്ഞു വരുത്തിയത്. ആരാണ് ബ്രൂട്ടസ് ജോൺസ്? യുജീൻ ഒനീലിന്റെ എംപറർ ജോൺസ് എന്ന പ്രസിദ്ധമായ നാടകത്തിലെ പ്രൊട്ടാഗണിസ്റ്റാണ്, പ്രധാന കഥാപാത്രം. ഇയാള് അമേരിക്കയില് ഒരു പോർട്ടറായിരുന്നു, ഒരു പുൾമാൻ ട്രെയിനിലെ പോർട്ടർ, ആളുകൾക്ക് സാധനം എടുത്തു വെച്ച് കൊടുക്കുന്ന ആൾ. പക്ഷേ അതിനിടയിൽ അയാൾ ചില ഗാങ്സ്റ്റേഴ്സിന്റെ ഒക്കെ കൂടെ പെട്ട് അവരുടെ കൂടെ ചൂത് കളിച്ച് അതിലൊരുത്തനെ കൊന്നു, ജെഫ് എന്നൊരുത്തനെ. എന്നിട്ടെന്താ, ജയിലിലായിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ചെന്നെത്തിയത് കരീബിയനിലെ ഒരു ദ്വീപിൽ. അവിടെ ആളുകളെ അടിച്ചമർത്തി, വല്ലാതെ അവർക്ക് മേൽ ടാക്സ് ഒക്കെ ചുമത്തി അയാൾ വലിയ എംപററായി സ്വയം അവരോധിച്ചു. ബ്രിട്ടീഷുകാരനായ ഒരു സ്മിതേഴ്സും അവിടെ ഉണ്ടായിരുന്നു. അയാളും ബ്രൂട്ടസ് ജോൺസിന്റെ അരികു പറ്റി കുറെ പണവും കാര്യങ്ങളൊക്കെ സമ്പാദിച്ചു കൂട്ടി. പക്ഷേ ബ്രൂട്ടസ് ജോൺസിനോട് വലിയ ഒരു കൂറൊന്നും സ്മിതേഴ്സിനില്ല. കുറെ കാലങ്ങൾക്ക് ശേഷം ആളുകളുടെ ഒക്കെ വിചാരം ബ്രൂട്ടസ് ജോൺസിനെ കൊല്ലാൻ പറ്റില്ല എന്നാണ്, അവിടുത്തെ കറുത്ത വർഗ്ഗക്കാരായ ആളുകളുടെ വിചാരം. അവരെന്ത് ചെയ്തു? അവർ എവിടുന്നോ കുറച്ച് സിൽവർ സംഘടിപ്പിച്ചു, വെള്ളി സംഘടിപ്പിച്ചു, കോയിൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് സംഘടിപ്പിച്ചു. എന്നിട്ട് അത് വെച്ച് ബുള്ളറ്റൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് അവർ തീരുമാനിച്ചു, ഇനി ഇയാൾക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കണം. അതിനുവേണ്ടി അവർ യുദ്ധത്തിന് കോപ്പ് കൂട്ടി. അങ്ങനെ ഒരു ചെണ്ടമേളമൊക്കെ കേൾക്കുന്നുണ്ട്, ടോം ടോം എന്നുള്ള ചെണ്ടയുടെ ധും 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 അങ്ങനത്തെ ശബ്ദം. അതെന്തിനു ശബ്ദം? ശരിക്കും നമ്മുടെ ഹൃദയത്തിന്റെ. അപ്പോ ബ്രൂട്ടസ് ജോൺസിന് കൂസലില്ല മക്കളെ, കൂസലില്ല. കാരണം അയാൾ സ്മിതേഴ്സിനോട് പറയാണ്, എനിക്കൊന്നും പേടിക്കാനില്ല, എനിക്ക് ധാരാളം പണം ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ഭക്ഷണം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് കാട്ടിന്റെ ഉള്ളിൽ, ഞാൻ രക്ഷപ്പെട്ടു പോകും, എനിക്ക് കാടിന്റെ ഉള്ളിൽ കൂടി പുറത്ത് കടക്കാൻ വളരെ എളുപ്പം സാധിക്കും. അങ്ങനെ പറഞ്ഞ് ഒരു ദിവസം രാത്രി ബ്രൂട്ടസ് ജോൺസ് ഓട്ടം തുടങ്ങി. ഓടി 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 അയാൾ പുറത്തെത്തും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ആദ്യത്തെ കോൺഫിഡൻസ് ഒക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പോയി. ആദ്യം അയാൾക്ക് ചെറുതായിട്ട് പേടി വന്നു തുടങ്ങി. അയാളുടെ പേടി ചെറിയ കുട്ടികളുടെ രൂപത്തിലും ഒരു പുഴുവിന്റെ രൂപത്തിൽ, പക്ഷെ കുട്ടികളുടെ വലിപ്പത്തിൽ ഉള്ള എന്തോ ഒരു ജന്തു ആയിട്ട് അയാളുടെ മുന്നിൽ വന്ന് അയാൾ ആകെ പേടിച്ച് ഭയന്നരണ്ടു. അപ്പോൾ പിന്നെയും അയാൾ ഓട്ടം തുടങ്ങി. ഓടി ഓടി അയാൾ എത്തുന്നത് ഒരു സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ ആരാ? അയാൾ തന്നെ കൊന്ന ജെഫ് അവിടെ ഇരുന്ന് ചൂത് കളിക്കുന്നു, പകിട എറിയുന്നു. ഇയാളോട് കൂടെ വരൂ, നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഇയാൾ ആകെ ഭയന്നു പോയി. ഇയാളുടെ കയ്യിലൊരു തോക്കുണ്ട്. ആ തോക്കിനകത്ത് വെടിയുണ്ടേയും ഉണ്ട് 6 ഒരു സിൽവർ ബുള്ളറ്റ് അയാൾ കഴുത്തിൽ തൂക്കിയിട്ടുമുണ്ട്. എന്നെ കൊല്ലാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു രീതിയിൽ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഈ ആദ്യം കണ്ട പുഴു പോലെയുള്ള ആ പേടി സത്വങ്ങളിൽ നേരെയും പിന്നെ ജെഫിന് നേരെയും ഉതിർത്തു. അപ്പൊ എന്തായി? 2 ബുള്ളറ്റ് പോയി. അങ്ങനെ വീണ്ടും ഓട്ടം തുടങ്ങി. ഓടി ഓടി അയാൾക്ക് തളർന്നു, അയാൾക്ക് വഴി തെറ്റുന്നുണ്ടെന്നാ തോന്നുന്നത്. അയാൾ വെച്ചിരുന്ന ഭക്ഷണവും വെള്ളവും ഒന്നും കാണുന്നില്ല. അങ്ങനെ പോയപ്പോ പെട്ടെന്നതാ തടങ്കലിൽ നിന്ന് കുറെ തടവുകാരെ പോലെ തോന്നിക്കുന്ന രൂപങ്ങൾ അയാളുടെ മുന്നിൽ. തോന്നലാണ്, അയാളുടെ ഭ്രാന്തമായ ചിന്തകൾ കാരണം ഉണ്ടാകുന്ന ഹലൂസിനേഷനാണ്. അവരിങ്ങനെ ഒരു പ്രിസൺ വാർഡൻ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ്. ഇയാളെ ഇങ്ങനെ കൂടാനായിട്ട് അവർ വിളിക്കുകയാണ്. ഇയാൾ പേടിച്ച് വിറച്ച് എന്താ ചെയ്തത്? വീണ്ടും നിറയൊഴിച്ചു. 3ാമത്തെ ബുള്ളറ്റും പോയി. അങ്ങനെ വീണ്ടും ഓടുകയാണ്. അയാളുടെ വസ്ത്രങ്ങളൊക്കെ കീറിപ്പറഞ്ഞു അഴിഞ്ഞു വീഴാനൊക്കെ തുടങ്ങി. അയാൾ വേർത്ത് കുളിച്ച് ക്ഷീണിച്ച് തളർന്ന് അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാൾക്ക് എവിടെയാണ് ഈ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറെ ദൂരം കൂടി അയാൾ ചെന്നപ്പോ കാണുന്നത് അടിമകളെയൊക്കെ ലേലം വെക്കുന്ന ഒരു ഓപ്ഷൻ. ഇയാൾ ശരിക്കും അടിമയായിരുന്നില്ല ഒരിക്കലും. അയാൾക്ക് അടിമത്തം എന്താണെന്ന് ശരിക്കും അറിയില്ല. അറിയാം, കാരണം അയാൾ മറ്റുള്ളവരെ അടിമകളാക്കുന്നുണ്ട് കുറച്ചൊക്കെ. പക്ഷെ യഥാർത്ഥത്തിൽ അയാൾ ഒരു അമേരിക്കൻ അടിമയായിരുന്നില്ല. പക്ഷെ ഇത് അയാളുടെ കളക്റ്റീവ് അൺകോൺഷ്യസ് ആണ്. നമുക്ക് നേരിട്ട് അനുഭവം ഇല്ലാത്ത കാര്യങ്ങൾ പോലും നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ എവിടെയോ കിടക്കുന്നുണ്ട്. നമ്മൾ കേട്ട കഥകളിലൂടെയും നമ്മൾ കേട്ടിട്ടുള്ള ആളുകളുടെ അനുഭവങ്ങളിലൂടെയും ഒക്കെ. അപ്പൊ അയാളുടെ കളക്റ്റീവ് അൺകോൺഷ്യസിൽ നിന്നുള്ള ഓർമ്മയാണ് ഈ അടിമ ലേലം. അയാൾ വീണ്ടും നിറയൊഴിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക. 4ാമത്തെ ബുള്ളറ്റും പോയി. എന്നിട്ട് അയാള് പിന്നെയും ഓടി എത്തുന്നത് ഒരു കപ്പൽ. അയാളുടെ മുന്നിൽ കാട്ടിന്റെ ഉള്ളിൽ ഒരു അടിമകളെ കൊണ്ടുപോകുന്ന കപ്പൽ. നമ്മൾ കേട്ടിട്ടില്ലേ ട്രയാങ്കുലർ ട്രേഡ് എന്നൊക്കെ?
അതായത് ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക്, യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക്, അങ്ങനെ ഒരു ട്രയാങ്കിളിൻ്റെ രൂപത്തിലാണ് അവരിങ്ങനെ കപ്പലിൽ പോയിക്കൊണ്ടിരുന്നത്, അടിമക്കപ്പലുകളൊക്കെ. അങ്ങനത്തെ ഒരു കപ്പൽ. ഇയാൾക്കത് നേരിട്ട് അനുഭവം ഇല്ല, പക്ഷെ അയാളത് കാണുകയാണ്. എന്നിട്ട് അയാൾ അതിന് നേരെ നിറവേച്ചു. അത് കഴിഞ്ഞ് അയാൾക്ക് തീരെ വയ്യാതെ, അയാളുടെ ശരീരത്തിൽ ഒന്നുമില്ല ഇനി ബാക്കി, എല്ലാം വസ്ത്രങ്ങളൊക്കെ അഴിഞ്ഞഴിഞ്ഞ് പോയിരിക്കുന്നു, കീറിപ്പറിഞ്ഞ് കുറേ മുറിവുകളൊക്കെ ഉണ്ട് ശരീരത്തിൽ. ആകെ ഒരു ലോയിൻ ക്ലോത്ത് മാത്രം, ഒരു കോണകം മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. അവിടുന്ന് അയാൾ ഓടി തളർന്നത്, അയാൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും പ്രഭാതം പൊട്ടി വരാറായി, 3 മണിയെന്തോ ആയി രാവിലെ, പ്രഭാതം ആവാറായി. അയാൾ പെട്ടെന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഒരു ആഫ്രിക്കൻ പ്രീസ്റ്റ്, ഷാമൻ എന്ന് പറയും, ആഫ്രിക്കക്കാരുടെ ഒരു കാട്ട് ജാതിക്കാരുടെയൊക്കെ പ്രീസ്റ്റാണ്. അയാൾ അവിടെ നിന്നൊരു ക്രോക്കഡൈൽ ഗോഡിന്, ഒരു മുതലയാണ് അവരുടെ ഗോഡ്. ആ മുതലയ്ക്ക് ഇയാളെ പിടിച്ചു കൊടുക്കാനായിട്ട്, ഒരു നിവേദ്യം പോലെ പിടിച്ചു കൊടുക്കാനായിട്ട് പോവാ. ഇയാൾ പേടിച്ച് വിറച്ച്, ഇനി അയാൾക്ക് താങ്ങാൻ പറ്റില്ല. അയാൾ വേഗം തോക്കെടുത്തിട്ട് ഒരു വെടി വെച്ചു, എന്നിട്ട് സിൽവർ ബുള്ളറ്റ് എടുത്ത് അതുകൊണ്ടും വെടിവെച്ചു. ചുരുക്കം അയാളുടെ കയ്യിലുള്ള സകല ബുള്ളറ്റും തീർന്നു സുഹൃത്തുക്കളെ, സകല ബുള്ളറ്റും തീർന്നു. അയാൾ ഇനി ഓടാൻ വയ്യ. അയാളിങ്ങനെ ഓടി കിതച്ച് കാടിനുള്ളിൽ ഇങ്ങനെ ചെന്നപ്പോൾ പെട്ടെന്ന് നമ്മളത് ആ പുറത്ത് എന്താണ് കാണുന്നത്, സ്മിതേഴ്സും ഈ കരീബിയൻ ഐലൻഡിലെ നേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരുടെ നേതാവായിട്ടുള്ള ലെമ്മും കൂടി സംസാരിക്കുന്നതാണ് കേൾക്കുന്നത്. സ്മിതേഴ്സ് കള്ളനാണ്, ബ്രിട്ടീഷുകാരനല്ലേ കള്ളൻ. എന്നിട്ട് അയാൾ ലെമ്മിൻ്റെ അടുത്ത് പറയും, അതെ ഇതിലെയാണ് ഓടിയത്, ഇതിലെ പൊയ്ക്കോ പിടിക്കാൻ കിട്ടുന്നൊക്കെ. ഇതുവരെ സ്മിതേഴ്സ് എംപറർ ജോൺസിന്റെ കൂട്ടുകാരനായിട്ടാണ് നിന്നത്, ഇപ്പൊ ആള് മാറി. എന്നിട്ട് ലെം അകത്തേക്ക് ചെന്ന് ഒരു വെടിവെച്ച് വെക്കും. അയാളുടെ കയ്യിലുണ്ട് സിൽവർ ബുള്ളറ്റ്. പാവം, അയാളുടെ വിചാരം സിൽവർ ബുള്ളറ്റ് കൊണ്ട് മാത്രമേ എംപറർ ജോൺസിനെ കൊല്ലാൻ പറ്റൂ എന്നാണ്. അങ്ങനെ ലെമ്മ ചെന്ന് വെടി വെച്ച് ഇയാളെ കൊണ്ടുവരും. കാരണം ഇയാൾ ഓടി ഓടി തുടങ്ങിയ സ്ഥലത്ത് വട്ടത്തിൽ ഓടി എവിടെ നിന്നാണോ ഓട്ടം തുടങ്ങിയത് അവിടെ തന്നെ എത്തിയിരിക്കുകയാണ്. നമ്മളുടെ ജീവിതമാണിത് മനുഷ്യരെ, സുഹൃത്തുക്കളെ മനുഷ്യരെ എന്ന്. ഫ്രണ്ട്സ്, ദിസ് ഇസ് അവർ ലൈഫ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? നമ്മൾ ആരെയൊക്കെ വേദനിപ്പിച്ച്, ആരുടെ നിന്നൊക്കെ പിടിച്ചു പറിച്ച് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്? നമ്മുടെ മനസ്സാണ് ഈ കാട്. ഈ മനസ്സ് തന്നെ നമ്മളെ അവസാനം ട്രാപ്പ് ചെയ്യും. നമ്മൾ നല്ല മനുഷ്യരായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമുക്കും ഇങ്ങനെ വരും. ഇതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. വെള്ളക്കാർ കള്ളന്മാരായിട്ടാണ് കാണിക്കുന്നത്, പക്ഷെ എന്തിനാണ് ഈ കറുത്ത വർഗ്ഗക്കാരനെ തന്നെ അമേരിക്കക്കാരനായ യൂജീൻ ഒനീൽ കാണിച്ചത്? കറുത്ത വർഗ്ഗക്കാരാണോ അപ്പോൾ അവിടുത്തെ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്? അതാണോ ഉദ്ദേശിക്കുന്നത്? ചെറിയൊരു റേസസ് ഉണ്ടല്ലേ അവിടെ. ഏതായാലും ഇതൊരു ഭയങ്കര പവർഫുൾ പ്ലേയാണ്. നമ്മുടെ മനുഷ്യന്റെ മനസ്സിനെ ഏതുപോലെയാണെന്നറിയോ? റസ്കോൾനിക്കോവിനെ സ്വന്തം മനസ്സ് തന്നെ തോൽപ്പിക്കും. ഏത് കഥയിലാ? ഡസ്റ്റോവസ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെന്റിൽ. ഒരു ദിവസം ഞാൻ ആ കഥയും പറഞ്ഞു വരാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായോ എംപറർ ജോൺസിന്റെ കഥ? അയാൾ മരിച്ചു അവസാനം. ഇത് 6 ഹലൂസിനേഷൻസ്, തുടക്കത്തിലൊരു ഇൻട്രൊഡക്ടറി സെക്ഷൻ സീന്, പിന്നെ അവസാനം ഒരു കൺക്ലൂഡിങ് സീൻ. അങ്ങനെ 8 സീൻസിന്റെ, വലിയ ആക്ട് ഒന്നുമില്ല, 8 സീൻസിന്റെ പ്ലേ ആണ്. വളരെ പ്രശസ്തമായ പ്ലേ ആണ്. പറ്റുമെങ്കിൽ വായിക്കണം, ഇല്ലെങ്കിൽ കാണണം. അഡാപ്റ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു ലേറ്റർ.